കളഞ്ഞല്ലോ. ഈ മുഖംമൂടിയായിട്ട് എങ്ങോട്ടാ? കക്കാൻ വല്ലോ ആണോ? എടി ആ ചൂലെന്തി മുകളിൽ ആറ്റിക്കുന്നു വല്ലാത്ത ഒരു നാറ്റം. ഏതാണ്ട് ചത്ത് കിടപ്പുണ്ടെന്നാ എനിക്ക് തോന്നണം. എനിക്കൊന്നും നാറ്റമൊന്നും തോന്നുന്നില്ല. അത് നിനക്ക് കുളിയും നനയൊന്നും ഇല്ലാഞ്ഞിട്ട് തോന്നണ. എന്റെ ബലമായ സംശയം ഏതോ എലി ചത്ത് കിടപ്പുണ്ടെന്നാ. രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓട്ടോ ഒക്കെ കേൾക്കാം. പിന്നെ ഈ നാട്ടിലല്ലേ എലി? എലി എല്ലാ നാട്ടിലുണ്ട്. ഏതായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഏതായാലും പിള്ളേർ ഇവിടെ ഇല്ലല്ലോ. ഈ സമയത്ത് പോയി ഒന്ന് ക്ലീൻ ചെയ്ത് ആ എലിയെയും പിടിച്ചോണ്ടിങ് വരാം. ഇതെന്താണപ്പാ, എലിപ്പെട്ടിയോ? കണ്ട ഒരു ചെപ്പ് പോലെ ഇരിക്കണം. ഇതിനകത്ത് എന്നാ ഉള്ളതാക്രി? വല്ലതും പഴക്കമുള്ള തള്ളയാ മദാമ. ഇവിടെയില്ലേ എൻ്റെ മദാമ? ഇതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ നമുക്ക്? വെറുതെ കൊതിച്ചു. ഒന്നുമില്ല. അടിക്കാതിരിടാ. പഴയതാകണ്ട, വാടാ. നീ ഇവിടെ തന്നെ ഇരി. ഹായ് മദാമ. കൈ മുറിഞ്ഞ്. ഈ തള്ളനെ ആദ്യം കൊണ്ട് കളയാം, എന്നാലേ ഗുണം വരുള്ളൂ. Hey George, Sukamana. സുഖമാ. What happened to your finger, man? I got a cut from my attic. No, you did? I got a lot of stuff over there. I was cleaning out there, so I got a cut. Yeah. I think these are all from my previous owner. So I want to throw Mrs. Calabash. Oh, Calabash? Yeah. That's her? Yeah? That's Mrs. Calabash, yeah. Well, what the speculation was, I mean, she died, yes, but the story is that actually she killed herself. She committed suicide. She suicide here? She actually killed herself in the attic. I mean, do I think it's true? I don't know, but I mean, that's the speculation, is that she killed herself. Maybe true. When I pick this picture, I got a cut. Something wrong. Oh, well, no, but that is her. I've never even seen her like that, but yeah. Strange old lady. Anyway, I'm gonna throw this one. Okay, man. Thank you, Paul. I'll see you later. Okay. വെളുപ്പിന് 2 മണി, 72 ഡിഗ്രീസ്, ഓട്ടോമാറ്റിക്കാണ്. ഇനിയും രാത്രിയിൽ പൈപ്പ് ഐസായി, അത് പ്രശ്നമാകണ്ട. ഇതാകുമ്പോൾ തനിയെ ഓണായിക്കോളും. ഈ ഒരു സിമ്പിൾ കാര്യം അങ്ങേരോട് പറഞ്ഞിട്ട് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. ഞാൻ തന്നെ ഈ മാനുവൽ വായിച്ചങ്ങ് ചെയ്താൽ മതിയായിരുന്നു. എങ്ങനെ എലിയെ പിടിക്കാൻ നടക്കുകയല്ലേ? ആരാ? ജോർജ്, നീ എന്നാ ഈ നേരത്ത്? പുതിയ വല്ല ബിസിനസ്സുമായിട്ടാണോ? പഴയതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല കേട്ടോ. അതച്ചാ ഈ എക്സ്പയറി ഡേറ്റ്. എന്തായാലും കൊള്ളാം, 5 പൗണ്ട് മാറി കിട്ടി.
ആട്ടെ, ഒരാഴ്ചയായിട്ട് ബാത്റൂമിലായിരുന്നു. നീയും ഇങ്ങനെയൊക്കെയാണോ അതിൻ്റെ തടി കുറയ്ക്കുന്നത്? എന്നാ പറയാനെച്ചാ, തൊടുന്നതെല്ലാം അബദ്ധാകുന്ന ഒരു സമയം ഇത്. മാനഹാനിയും ധനനഷ്ടവും ഉറപ്പാന്ന് വാരഫലത്തിൽ പ്രത്യേകം പറയണുണ്ട്. ഇവിടെ ഈ വാരഫലമൊന്നും വായിക്കുന്നത് തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് അച്ഛന് തൃക്കേട്ടക്കാരുടെ ജാതകം അറിയാൻ പറഞ്ഞിട്ടാ. അച്ഛൻ ആ വാരഫലം ഒന്ന് എടുത്ത് നോക്ക്, എല്ലാം പ്രശ്നങ്ങളാ. ഈശോയെ, കുഴപ്പമായോ? എന്നാ? അല്ല, ഞാനൊരു തൃക്കോട്ടക്കാരനാണേ. അത് ശരി. നീ ഇത് എവിടെയാ വായിച്ചത്? എവിടെയെങ്കിലും ആട്ടെ, ഞാനിപ്പോൾ അതൊന്നും പറയാൻ വന്നതല്ല. എൻ്റെ അച്ഛൻ ആകെ ഒരു അസ്വസ്ഥതയും പ്രശ്നങ്ങളും. ഒരു പ്രയർ മീറ്റിംഗ് വെച്ചാലോ എന്ന് ഞാൻ അങ്ങ് ആലോചിച്ചു വരും. ആട്ടെ, നല്ല കാര്യം നടത്തേക്കാം. നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ വേണ്ടപ്പെട്ടവരെയും അവരെയൊക്കെ വിളിച്ച് നമുക്ക് നടത്തിയേക്കാം. പിന്നെ സ്നേഹിതരും വീട്ടുകാരും അങ്ങനെ വിശാലമായിട്ടൊന്നും വേണ്ട. അച്ഛനൊന്ന് വന്നു ചെറിയ തോതിൽ ഒരു പരിപാടി, ചെലവ് ചുരുങ്ങിയ ഒരു പരിപാടി. ഇതന്നെ ചെറുതായിട്ട് സ്വർണ്ണക്കട മറ്റാണോ ഡിസ്കൗണ്ട് റേറ്റ് പ്രയർ മീറ്റിംഗ് നടത്താൻ? ഈ അച്ഛൻ്റെ ഒരു കാര്യം അച്ഛൻ വന്ന് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്താൽ മതി. ആട്ടെ, വാ, നീ വാ, ഇരിക്കെ, കാര്യം പറ. നീ കാര്യം പറ. അച്ഛൻ ഈ പിശാചികൾ ഓടിക്കണ വല്ല വഴി അറിയാവോ? എടാ, അതറിയാമായിരുന്നേ നീ എൻ്റെ അടുത്ത് ഇത്രയും വന്നിരിക്കുവോ? ആട്ടെ, നീ കാര്യം പറ. ഈയിടെയായിട്ട് ഒരു മനസമാധാനമില്ല. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റണില്ല. കിടന്നുറക്കം പിടിക്കണമുണ്ടല്ലോ, ഞെട്ടിയേക്കും. ഏതാണ്ട് ഒരു ജീവിയോ ഏതാണ്ട് കണ്ണിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണ പോലെ തോന്നും. അതായത് ഈയിടെ ഞാൻ ആറ്റിക്കലൊന്ന് കയറി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ അവിടെ ഒരു ചെറിയ പെട്ടി ഇരിക്കണമുണ്ട്. ഞാൻ എൻ്റെ ശുദ്ധഗതിക്ക് ഈ പെട്ടി ഒന്നങ്ങ് തുറന്നു നോക്കിയപ്പോൾ ഏതാണ്ട് ഷൂ എന്നും പറന്ന് പോകണമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഈ വിവരം നമ്മുടെ അയൽക്കാരനോടൊന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു, ജോർജ്, നീ മേടിക്കണതിന് മുമ്പ് അവിടെ ഒരു മതാമത്തള്ളയാണ് താമസിച്ചുകൊണ്ടിരുന്നത്, അവരവിടെ കിടന്നാൽ മരിച്ചെന്ന്. അത് കേട്ടപ്പോൾ തൊട്ട് മനസ്സിനൊരു വല്ലാത്ത അങ്കലാപം. അതൊക്കെ നിന്റെ ഒരു തോന്നലാ ആയിരിക്കും. പേടിച്ചിട്ട് ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് അച്ഛനോടാണ് പറയണത്. സ്വന്തക്കാരോടൊക്കെ പറഞ്ഞാൽ പിന്നെ അവർ കളിയാക്കും. റിൻസിയോട് പോലും ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ പിള്ളേരും അവിടെ ഇല്ല. അച്ഛൻ അവിടെ വരെ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാം ഒന്ന് നേരെയാക്കിത്താനും. അച്ഛൻ വന്നാൽ എല്ലാം നേരെയാകും, എനിക്കത് വിശ്വാസമാണ്. പിശാചിനെയൊക്കെ ഓടിക്കാനായിട്ട് ആ സായിപ്പച്ചനാ മിടുക്കൻ. ഞാൻ അച്ഛനെയും കൂട്ടി അങ്ങോട്ട് വന്നാലോ? അതൊന്നും വേണ്ട, അതൊക്കെ വലിയ പൊല്ലാപ്പാവും. അച്ഛൻ ഇച്ചിരി കുന്തിരിക്കൂ. ആ ധൂമക്കുറ്റിയായിട്ടൊക്കെ വന്ന് അവിടെ നാട്ടി ഒന്ന് പ്രാർത്ഥിച്ച എല്ലാം പോവും, എനിക്കത് വിശ്വാസം. അച്ഛൻ വന്നാൽ മതി. അത് ശരി. എന്നാ ഞാൻ എന്നത്തേക്കാ? അടുത്ത ബുധനാഴ്ച റിൻസിക്ക് ഓഫാ. എന്നാ അച്ഛൻ അന്നങ്ങ് വരാവോ? ബുധനാഴ്ചയോ? ഇതന്നെ പെട്ടെന്നൊരു പ്രയർ മീറ്റിംഗ്, പിള്ളേരൊന്നും ഇല്ലാത്ത സമയത്ത്. പിള്ളേരൊക്കെ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് ഇങ്ങ് വന്നാൽ മതി. എന്താ കലങ്ങി തിരിയാന്? ഞാൻ അച്ഛനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. നാളെ ഞാൻ പോയി ഇച്ചിരി ഇറച്ചിയും മീനും ഒക്കെ ഇങ്ങ് മേടിച്ചോണ്ട് വരാം. അച്ഛനാകുമ്പോൾ ഒരു ശാപ്പാടിൽ കാര്യങ്ങൾ ഒതുക്കാം, വേറെ ചിലവൊന്നും ഇല്ലല്ലോ. നിനക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആണോടി? ആന്നല്ലോ. എന്നാ? ഓ, അപ്പൊ ഇന്ന് ഞാൻ തന്നെ കിടക്കണല്ലേ? വല്ലാത്തൊരു കുളിര്. ഏത് ചാനലിൽ വെച്ചാലും പേടിപ്പിക്കുന്ന പടം മാത്രമേ ഉള്ളൂ. തോപ്പ് വേണ്ട. ഈ കുന്താര ഇവിടെ കൊണ്ട് വെച്ചത്? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പലപ്പോഴും ആണമേ. അതൊന്നും വേണ്ടി ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ചെയ്യണേ, ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തണമേ ലക്ഷണമേ എന്ന് പറഞ്ഞൊരു നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടവരാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ദൈവം നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചവനെ ഞങ്ങളെ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു. ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നീ എന്നാ ഡോക്ടർ എന്ന് അല്ലച്ച പുക എല്ലായിടത്തും ചെല്ലണ്ടേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയതോന്നി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഇംഗ്ലീഷ് വായിച്ചെങ്കിലല്ലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ആർക്കാ മനസ്സിലാകാത്ത? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എടീ കർത്താവിന് ഇംഗ്ലീഷ് പറഞ്ഞാലല്ലേ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവൂ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങൾ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. അല്ല, ഇതൊക്കെ എന്നും പള്ളി വായിക്കണല്ലേ, ഇത് കൂടിയതൊന്നും ഇല്ലേ? ജോർജേ വന്നേ, എന്നാ ഇങ്ങ് വന്നേ. അതെ, ഞാനൊരു അച്ഛനാ. പോവാ. പ്രേതത്തിനെ ഓടിക്കാനുള്ള ക്ലാസ് ഒന്നും ഞങ്ങൾ സെമിനാറിൽ പഠിപ്പിക്കത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇടപെടുന്നത്. നീ വന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതാണ്. ഇംഗ്ലീഷിലൊന്നും പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. അച്ഛാ, അത് മലയാളത്തിൽ പറഞ്ഞ് എനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. ഇത് മതാമ്മയുടെ പ്രേതമല്ലേ, അതിന് മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷിൽ പറയണ്ടേ? എടോ, ഇത് ആദ്യമായിട്ടാ ഞാൻ മലയാളത്തിൽ തന്നെ ഒന്ന് പറഞ്ഞ് നോക്കട്ടെ. ഒരു കാര്യം ചെയ്യും, അച്ഛൻ മലയാളത്തിൽ അങ്ങ് പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തോളാം. അപ്പൊ മതാമ്മയ്ക്ക് മനസ്സിലായിക്കൊള്ളൂല്ലോ. നീ എന്തെങ്കിലും ചെയ്യേ. വാ, ആയിക്കോട്ടെ. മനുഷ്യനെ ഇവിടെ വിളറി പിടിച്ചോണ്ടിരിക്കുമ്പോ നീ ടി വി കണ്ടോണ്ടിരിക്കുകയാണോ? അല്ല, ആ രാക്കളി പാട്ട് തുടങ്ങിയോ? ഇല്ല അച്ഛോ. ഗുഡ് ഗുഡ്. നമുക്കത് വേഗം തീർത്തിട്ട് കാണാം. വാ. ഒരു രാക്കളി പാട്ട്. എന്നാ പ്രാർത്ഥിക്കാം. അച്ഛൻ നിർത്തി പറയണം കേട്ടോ, എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വിശ്വാസികൾക്ക് ബലമുള്ള, ബിലീവേഴ്സിന് സ്ട്രോങ് ഉള്ള, കോട്ടയായി പിശാചുക്കൾക്ക് ഭയങ്കരമായതും, കോട്ടയായി ഡെവിൾസിന് ഭയങ്കരമായതും, മാലാഖമാർക്ക് ഏഞ്ചൽസിന് ബഹുമാനമുള്ളതുമായ, റെസ്പെക്ട് ആയിട്ടുള്ള, ദൈവപുത്രന്റെ വന്ധ്യമായ കുരിശാൽ, ഗോഡ് സെന്റിന്റെ റെസ്പെക്ട് ആയ ക്രോസാൽ നമ്മെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. സേവ് ചെയ്യട്ടെ. ദുഷ്ടമനുഷ്യരുടെ കോപത്തിൽ നിന്നും, ഡേറ്റി പീപ്പിൾസിന്റെ ആംഗറിൽ നിന്നും, പിശാചുക്കളുടെയും അവിശ്വാസികളുടെയും കർത്താവിന്റെ നാമത്തിൽ in the name of God, ഇവിടെ എന്തെങ്കിലും ദുരാത്മാവുണ്ടെങ്കിൽ, here any problem or ദുരാത്മാവ് ഇവിടുന്ന് പോകട്ടെ. get out. ഇവിടെയാണോ നീ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്? എന്റെ അച്ഛ, ഇവിടെ മാത്രമല്ല, ഈ പെരക്കകത്ത് എവിടെ ചെന്നാലും ഞാൻ ഈ ഒച്ച കേൾക്കാറുണ്ട്. ആട്ടിക്ക്. ഞാൻ ആട്ടിക്കോളാം. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവിന്റെയും കൃപയാൽ ഈ ഭവനത്തിൽ നിന്ന് സന്തോഷം ഉണ്ടായിരിക്കട്ടെ. In the name of Son, Father and Holy Spirit, all the problems solved. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. In the name of Father, Son and Holy Spirit നാമത്തിൽ തന്നെ. ഇതാണോ അതിന്റെ അറ്റിക്? Is it your attic? ഇത് നിന്റെ അറ്റിക്കാണോ എന്നാ ഞാൻ ചോദിച്ചത്. അതെ. അപ്പോൾ ഇതാണ് പ്രശ്നം. ഈ ഭാഗത്തിൽ ഉണ്ടാകട്ടെ, കുഴപ്പമൊന്നും ഉണ്ടാകാതെ. നീ ഇതെങ്ങോട്ടാ? അല്ല, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. നീ മിണ്ടാതിരിക്കുക. ഇവിടെ നിന്നുള്ള ദുരാത്മാവെല്ലാം പോകുമാറാകട്ടെ. കർത്താവ് ഈ ഭാഗത്തുണ്ടാകുമാറാകട്ടെ. അച്ഛാ, ഇത്ര മതിയോ? പോയോ? തുടങ്ങിയോ? ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. അതൊന്ന് ക്ലെയിം ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും അതൊന്ന് ശരിയാക്കി തരാം. ഭക്ഷണം എടുത്ത് വെക്കാൻ അച്ഛന് പോയിട്ട് ധൃതിയുണ്ട്. ജോർജേ, ഇത് കഴിഞ്ഞിട്ട് പോവാ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞ് പോയിട്ട് ധൃതിയുണ്ടെന്ന്. ഏതായാലും തുടങ്ങിയല്ലോ, ഇതങ്ങ് ചേരട്ടെ. അത് ശരി, ആയിക്കോട്ടെ. നമുക്ക് സന്തോഷമുള്ളൂ അച്ഛനെ പോയിട്ടിരിക്കണേ.
അത് കണ്ടോ അവന്റെ ഓട്ടം. എലിയാണെങ്കിൽ നല്ല രസമാണ്. നല്ല രസമാണ്. അച്ഛനെ കേക്ക് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? മധുരം കുറഞ്ഞത് മാത്രം. അത് നല്ല മധുരം ഉണ്ടല്ലോ. ഉണ്ടോ? കുടിയാലും കുഴപ്പമില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രൂട്ട് കേക്കിന്റെ രുചി ആ അതൊരു പ്രത്യേകത തന്നെ. അതെ അതെ, ഇവളുടെ കൂട്ടുകാരി ഇന്നാൾ വന്നപ്പോ കൊണ്ടുവന്നാ. എനിക്ക് ഇത് ആർക്കാ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കാന്ന്. കഴിക്കേ കൊള്ളാം. എന്നാ അച്ഛനിത് കാണും കേട്ടോ, ഞാനിപ്പോ വരാം കേട്ടോ. ടോം ആൻഡ് ജെറി റിൻസി കാണാറില്ലേ? ഞാൻ ചിലപ്പം കാണുമോ? വളരെ രസമല്ലേ അവരുടെ ആ ഓട്ടം? ശരിയാ. എന്ത് രസം. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണത്. അച്ഛാ, ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. എന്തിനായിരുന്നല്ലോ? ഓ പോട്ടെ, സാരമില്ല. നീ ഒരു കാര്യം ചെയ്യേ, 1 മണിക്കൂർ ലേറ്റ് വിളിക്കുന്നു. അച്ഛനോട്ടുമ്പോ പോലും വർത്താനം പറഞ്ഞിരിക്കാം. അയ്യോ, എനിക്ക് പോയിട്ട് ഇച്ചിരി കാര്യമുണ്ട്. ആ കേക്കങ്ങ് തീർത്തിട്ട് അങ്ങനെ തീർത്ത് പോയാലോ അച്ഛൻ? ഞാനിപ്പോഴാ ഓർത്ത് എനിക്ക് പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ? നീ ഒരു കാര്യം ചെയ്യേ, നീ സമാധാനമായിട്ട് ഒന്ന് ഉറങ്ങിക്കോ. ഇനി ഒരു കുഴപ്പമില്ല, ഞാൻ ഇറങ്ങുക. എന്റെ മദാമേ, നിനക്ക് എത്ര കെട്ടിയന്മാരുണ്ടായിരുന്നു? എല്ലാം ചത്തുപോയില്ലേ? അതിന്റെ ആരുടെയെങ്കിലും കൂടെ പോ. എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കേ. ഓ, ഈ പിശാചോട്ട് കൂടെ ഇല്ല താൻ. അയ്യോമേ, ഒച്ചെടുക്കരുതേ. എന്റെ കാലാണോ? ഇതാരാ കംഫർട്ടർ ഇവിടെ കൊണ്ടിട്ടത്? കമ്പ്യൂട്ടർ അല്ലടി, അതിനടി ഞാനുണ്ട്. ഇന്ന് ജോലിക്ക് പോയില്ലേ? ലീവ് എടുത്തു. ഒരു കിടുകിട പറയും, അലർജി, ഒരു ചൊറിച്ചിലും ഒക്കെയാണ്, പനിയൊക്കെ ഉണ്ടെന്ന്. ഓ, ഇത് അലർജി ആണെന്ന് തോന്നുന്നു. നമുക്കൊരു ഡോക്ടറിനെ കാണാം. നീ ഒരു കാര്യം ചെയ്ത് നല്ല കടുപ്പത്തിലൊരു ചായ കിട്ടേ. ആ പോണ വഴിക്ക് ആ ഹീറ്റർ ഇച്ചിരി കൂട്ടിയിട്ട് നല്ല തണുപ്പ്. ഈ കുന്ത്രാണ്ട് ആരപ്പാ ഹീറ്ററിന്റെ അടുത്ത് കൊണ്ട് വെച്ചത്? ഹീറ്റർ ഓൺ ചെയ്യുമ്പോ അതിന്റെ കാറ്റടിച്ച് ഇവനല്ലേ ഈ അടി അടിച്ചോണ്ടിരുന്നത്. അമ്പടാ മണി, നീ അടിച്ച മണി മുഴുവൻ എന്റെ നെഞ്ചിലാ കൊണ്ടത് കൊട്ടോ. പേടിപ്പിച്ച് കളഞ്ഞില്ലേടാ. എന്തൊരു ചൊറിച്ചിലാണോ. ഇതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ? ആ കുന്തിരിക്കത്തിന്റെ അലർജിയാ. ഈ വീട് മുഴുവൻ പുകച്ചിട്ട് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി അവിടെ ഇരുന്ന് ചൊറിയ അല്ല എന്തോ ചെയ്യാനോ.